ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നമുക്ക് വായിക്കാം 102 സങ്കീർത്തനം 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കാം. എൻ്റെ ഞരക്കത്തിൻ്റെ ഒച്ച നിമിത്തം എൻ്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു, ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ. 7ാം വാക്യവും കൂടെ. ഞാൻ ഉറക്കളിച്ചിരിക്കുന്നു, വീട്ടിന്മുകളിൽ തനിച്ചിരിക്കുന്ന കുരികിൽ പോലെയാകുന്നു. ഞാൻ ഏകാഗിയായിരിക്കുകയാണ്, ഞാൻ ഏകനായിരിക്കുകയാണ്. കാര്യം എൻ്റെ വീട്ടിൽ പലരും ഉണ്ട്, എൻ്റെ സമൂഹത്തിൽ പലരും ഉണ്ട്, പക്ഷേ ഞാൻ ഏകാഗിയാണ്. സ്വന്തം ദുഃഖത്തിലേക്ക്, സ്വന്തം ജീവിത ദുഃഖത്തിലേക്ക് നോക്കിക്കൊണ്ട് ഏകാഗികളായിരിക്കുന്നവരാണ് അനേകം ആളുകളും. സ്വകാര്യ ദുഃഖങ്ങളിലേക്ക്, സ്വന്തം ദുഃഖങ്ങളിലേക്ക് ഉണ്ട്. നമുക്കെല്ലാവർക്കും ഉണ്ട് ദുഃഖവിഷയങ്ങൾ, നമുക്കെല്ലാവർക്കും ഉണ്ട് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ. അനേകം ദുരിതങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയുമാണ് ഇന്ന് മനുഷ്യൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തിരുവചനം പറയുന്നു, ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു, ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ. രാത്രിയുടെ ഏകാന്തതയിൽ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന മൂങ്ങയെപ്പോലെ ഞാൻ ഏകാഗിയായിരുന്ന് ഏങ്ങലടിക്കുകയാണ്, ഞാൻ വിതിപ്പിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരിയിൽ പോലെയാകുന്നു. ഞാൻ ഉറക്കളച്ചിരിക്കുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങാൻ പറ്റാത്തതായ രാത്രികൾ, കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന രാത്രികൾ, ഒന്ന് നേരം വെളുത്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന രാത്രികൾ, അല്ല പ്രഭാതമായാലോ സന്ധ്യയായെങ്കിൽ മതിയായിരുന്നു ചിന്തിക്കുന്ന സമയങ്ങൾ. മനുഷ്യൻ ഇന്ന് ദുഃഖത്തിൻ്റെ ഒരു പ്രതീകമാണ്. ദുഃഖവും വ്യസനവും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഒരു കാലത്ത് വിചാരിച്ചിരുന്നു കുട്ടികൾക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന്. പക്ഷേ ഞാൻ കോളേജിലേക്ക് വന്നപ്പോഴാണ് കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ എന്തുമാത്രം അന്തസ്സംഘർഷങ്ങളാണ്, അകത്ത് എന്തുമാത്രം വിമ്പിഷ്ടങ്ങളാണ്. ഓരോരുത്തരും പലതരത്തിലുള്ളതായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ യൗവനക്കാരിന്ന് പലരും ഛിന്ന ഭിന്നമായ മനോഭാവത്തോടെ മനസ്സ് തകർന്നും ഉള്ളുലഞ്ഞും കഴിഞ്ഞു കൂടുകയാണ്. കുട്ടികൾ മാത്രമല്ല, വിദ്യാർത്ഥികൾ മാത്രമല്ല, മുതിർന്നവരും ഏതെല്ലാം പ്രശ്നങ്ങളെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഏകാഗിയാണ് എന്നാണ് സംഘത്തിനക്കാരൻ പറയുന്നത്. ഞാൻ ഏകാഗിയാണ്, ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ ഞാൻ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, വിതുമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാണ്, ഞാൻ വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരിയിൽ പോലെയാകുന്നു. ഞാൻ ഏകാഗിയാണ്, എനിക്ക് ആരുമില്ല എന്നാണ് പറയുന്നത്. കാരണം എൻ്റെ പ്രശ്നം കാണാൻ എനിക്ക് ആരുമില്ല. ഇതേ സംഗീതത്തിൽ തന്നെ 25-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നമുക്ക് വായിക്കാം. 16ഉം 17ഉം വാക്യങ്ങൾ. എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ, ഞാൻ ഏകാഗിയും അരിഷ്ടനുമാകുന്നു. ഏകാഗിയാണ്, ഞാൻ ഏകാന്തത്തിൽ കഴിയുന്നു. ഏകാന്തതയുടെ ദുഃഖം ഞാൻ പേറി കഴിയുന്നു. ഞാൻ ഏകാഗിയും അരിഷ്ടനുമാകുന്നു. അടുത്ത വാക്യം ഒന്നുകൂടി കേൾക്കാം. എനിക്ക് മനപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ദൈവമേ, എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാൻ ഏകാഗിയും അരിഷ്ടനുമാകുന്നു. സങ്കടപ്പെട്ടാണ് പറയുന്നത്. ഇവിടെ പറയുകയാണ്, ഞാൻ ഏകാഗിയും അരിഷ്ടനുമാകുന്നു, എനിക്ക് മനപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. അല്ലേ? പലർക്കും അങ്ങനെയല്ലേ? സങ്കീർത്തനക്കാരനായ ദാവീദ് എഴുതുന്ന കാലത്ത് ദാവീദ് ഒരു രാജാവാണ്. അനേകം അരമനകളും അന്തഃപുരങ്ങളും ദാവീദിനുണ്ട്. നല്ല കൊട്ടാരക്കെട്ടുകളുണ്ട്. ധാരാളം സജീവേന്ദ്രന്മാരുണ്ട്, മന്ത്രിമാരുണ്ട്, നല്ല സൈന്യ നായകന്മാരുണ്ട്, പരിവാരങ്ങളുണ്ട്. ദാവീദിൻ്റെ കൊട്ടാരത്തിൽ ദാവീദിനെ പരിചരിക്കുവാൻ എത്രയോ പേര് തയ്യാറായി നിൽക്കുന്നുണ്ട്. പക്ഷേ ദാവീദ് പറയുന്നു, ഞാൻ ഏകാഗിയും അരിഷ്ടനുമാകുന്നു, എനിക്ക് മനപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. സമൂഹത്തിൻ്റെ മധ്യത്തിലെ ഏകാന്തത എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. എല്ലാം ഉണ്ട്, പക്ഷേ ഏകാന്തതയിലാണ്. എല്ലാം ഉണ്ട്. എല്ലാവരുടെയും ഹൃദയത്തിൽ വരുന്ന ചിന്ത ഇതാണ്, എൻ്റെ പ്രശ്നം കാണാൻ എനിക്ക് ആരുമില്ല, എൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ എനിക്ക് ആരുമില്ല, എൻ്റെ മനപ്പീഡകൾ മാറ്റാൻ എനിക്ക് ആരുമില്ല, എൻ്റെ വേദന അതായിരിക്കുന്നത് പോലെ കാണാൻ ആരുമില്ല, എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവിന് പോലും എൻ്റെ വേദന മനസ്സിലാകുന്നില്ല
എൻ്റെ ദുഃഖം മനസ്സിലാകുന്നില്ല. എൻ്റെ മാതാപിതാക്കളുടെ വേദന അത് എത്രമാത്രമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ എൻ്റെ വേദനകൾ അതിലേറെ കഷ്ടമാണ്. ഓരോ തരത്തിൽ ഓരോരുത്തരും അവരവരുടെ ലോകത്തിൽ ചുരുങ്ങി നിൽക്കുകയാണ്. അവരവരുടേതായ ഒരു ലോകം. നാം എല്ലാം അങ്ങനെയാണ്. നമ്മുടേതായ ഒരു ലോകം നാം സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിനകത്ത് നാം ഒതുങ്ങിക്കൂടി കഴിയുകയാണ്. ആ ലോകത്തിൻ്റെ പുറത്ത് കിടക്കാൻ നമുക്ക് മനസ്സില്ല. നമ്മുടേതായ ലോകം ഏകാന്തതയുടെ ലോകമാണ്. സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ അനേകം പേര് നിങ്ങൾ ഏകാന്ത നിമിഷങ്ങളിൽ നിങ്ങൾ വിരുമ്പി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകും. പലപ്പോഴും രാത്രി ഉറങ്ങാൻ കഴിയാതെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടാകും. ഒരുപക്ഷെ മക്കളെക്കുറിച്ചുള്ള പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ ഭാര്യയെക്കുറിച്ചോ അല്ല ഭർത്താവിനെക്കുറിച്ചുള്ള പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ പ്രായമായ മാതാപിതാക്കളെക്കുറിച്ചുള്ളതായ ആവലാതിയായിരിക്കും. എന്തെല്ലാമോ ചില പ്രശ്നങ്ങൾ, കടത്തിൻ്റെ ഭാരമായിരിക്കും, കടം വാങ്ങിയിട്ട് കൊടുത്തു തീർക്കാൻ സാധിക്കുന്നില്ല, മനസ്സിൽ വെപ്രാളമായിരിക്കും. അതല്ല, ചില മാരക രോഗങ്ങൾ വന്നിരിക്കുന്നു. എന്താകും? പേടിയാണ്, ഭയമാണ്, എന്തു വരുമെന്ന് അറിയാൻ വയ്യ. ഏകാന്തതയുടെ ദുഃഖം. പ്രിയപ്പെട്ടവരെ, ഈ ഏകാന്തതയുടെ ദുഃഖത്തിൽ മനപ്പീഠ വർദ്ധിച്ചിരിക്കുന്നതാണ് ദാവീദ് പറയുന്നത്. ഞാൻ ഏകാകിയും അരിഷ്ടനുമാകുന്നു, എനിക്ക് മനപ്പീഠകൾ വർദ്ധിച്ചിരിക്കുന്നു. എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കവിടെ ഏകാന്തത അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ കാണാം. ഏകാന്തതയുടെ വേദന അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ കാണാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്ക് ഭാഗം ഇങ്ങനെ വായിക്കാം. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവമുണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതുക്കൽ ബെഥസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതാത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യമിറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നുവെന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. എത്രയോ പേരുണ്ട് കുളക്കരയിൽ, ബെഥസ്ദ കുളക്കരയിൽ എത്രയോ പേരെ ഒന്ന് തമ്പടിച്ചിരിക്കുകയാണ്. രോഗികൾ ധാരാളം പേരുണ്ട്, രോഗികളെ കൊണ്ടുവന്നവരുണ്ട്. കാരണം ആ കുളത്തിൽ എപ്പോഴോ ഒരു സമയത്ത് വെള്ളം കലങ്ങും. വെള്ളം കലങ്ങുന്ന സമയത്ത് തന്നെ ആദ്യം ഇറങ്ങുന്നയാൾക്ക് സൗഖ്യം കിട്ടും. അതുകൊണ്ട് ധാരാളം രോഗികൾ കുളക്കരയിൽ വന്ന് കൂടിയിട്ടുണ്ട്. നാളുകളായി അവിടെ കുടിപറക്കുന്ന ആളുകളുണ്ട്. വെള്ളം കലങ്ങുമ്പോൾ ആദ്യം ചാടാനായിട്ട്, ആദ്യം വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് കാത്തു നിൽക്കുന്ന ആളുകൾ ധാരാളം. എന്നാൽ ഈ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് ആരുമില്ല. അടുത്ത വാക്യം, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. വെള്ളം കലങ്ങുമ്പോൾ എന്നെ ഒന്ന് സഹായിക്കാൻ, കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തനിയെ എഴുന്നേറ്റ് ഞാൻ വേച്ച് ഞാൻ ചെല്ലുമ്പോഴേക്കും വേറൊരാൾ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. എനിക്ക് ആരുമില്ല എന്ന ചിന്താഗതി, ഏകാന്തത. മരുഭൂമിയിൽ വേഴാമ്പൽ പോലെ എന്ന് വായിച്ചല്ലോ, ശൂന്യസ്ഥലത്ത് മൂങ്ങ പോലെ എന്ന് വായിച്ചല്ലോ, വീട്ടിന് മുകളിൽ തരിച്ചിരിക്കുന്ന കുരിയിൽ പോലെ എന്ന് വായിച്ചല്ലോ. മനപ്പേട് വർദ്ധിച്ചിരിക്കുന്നു. ഏകാന്തതയുടെ ദുഃഖം, ഞാൻ ഏകാകിയും അരിഷ്ടനുമാകുന്നു എന്നുള്ള ദാവീദിൻ്റെ ദുഃഖം. ഇവിടെ നാം കാണുന്നത്, ഇവിടെ ഈ ഭാഗത്ത് നാം കാണുന്നത് 38 ആണ്ട് രോഗം ബാധിച്ചൊരു മനുഷ്യൻ. ആ പാവം മനുഷ്യൻ, അവൻ ഏകാകിയാണ്. അവന് ഒരുപക്ഷെ ബന്ധുമിത്രാദികളില്ലെന്ന് പറയാനൊക്കെയില്ല. ഈ കാര്യം അവിടെ പറഞ്ഞിട്ടില്ല, കാണുമായിരിക്കാം. പക്ഷേ ഇവൻ തനിയെ പോകേണ്ടി വരുന്നു, ആരും സഹായിക്കാനില്ല. വീട്ടിലൊരുപക്ഷെ സ്വന്തപ്പെട്ടവർ കാണുമായിരിക്കും. അവർ നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവൻ്റെ കാര്യം അങ്ങ് മറന്നുപോയി. 38 ആണ്ടല്ലേ അവൻ കിടക്കുന്നത്, അസുഖമായിട്ട് കിടക്കുന്നത്. 38 ആണ്ട്, ദീർഘകാലം അവൻ അസുഖമാണ്. യൗവനത്തിൻ്റെ ആരംഭത്തിലാണ് അസുഖം വന്നതെങ്കിൽ ഇപ്പോൾ ഒരു നല്ല വാർദ്ധക്യമായി കഴിഞ്ഞിരിക്കുന്നു. അല്ല, ജനിച്ച് അധികം കഴിയുന്ന മുമ്പ് അസുഖം വന്നെങ്കിൽ ഒരു നല്ല പ്രായത്തിൽ എത്തിയിരിക്കുന്നു. 10-40 വയസ്സ് അല്ലെങ്കിൽ 40 വർഷം കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ പ്രിയപ്പെട്ടവരെ, അനേകം ആളുകൾ ഇതുപോലെ ഏകാഗീത അനുഭവിക്കുന്നവരാണ്. ലോൺലിനെസ് അനുഭവിക്കുന്നവരാണ്. ഒരവസരത്തിൽ
ഈ SG വെൽസ് എന്ന് പറയുന്ന പണ്ഡിതൻ പറഞ്ഞു, എൻ്റെ ഏകാന്തത എന്നെ വലയ്ക്കുന്നു എന്ന്, എൻ്റെ ഏകാന്തത എന്നെ വലയ്ക്കുന്നു എന്ന്. മെർലിൻ മൺറോ എന്ന് പറയുന്ന ഒരു സുന്ദരിയായ യുവനടി പറഞ്ഞു, അവൾ പറഞ്ഞു, മൈ ലോൺലിനെസ് ഈസ് ഇൻടോളറബിൾ, എൻ്റെ ഏകാന്തത അസഹ്യമാണ് എന്ന്. അസഹ്യമായ ഏകാന്തത. ധാരാളം ആളുകളുണ്ട് ചുറ്റുപാടും, പക്ഷേ നാം ഓരോരുത്തരും ഏകാന്തതയിൽ കഴിയുകയാണ്. ആ പാവം രോഗിയായ മനുഷ്യൻ, 38 ആണ്ട് രോഗം ബാധിച്ച് കിടന്ന മനുഷ്യൻ ആ കൊള്ളക്കരയിൽ ഒന്ന് കിടക്കുന്നത് സൗഖ്യം കിട്ടുവാൻ വേണ്ടിയാണ്. സൗഖ്യം കിട്ടുവാൻ വേണ്ടി വന്നു, പക്ഷേ സൗഖ്യം കിട്ടുന്നില്ല. ഇപ്പോൾ ആ കുളക്കരയിൽ വരുന്ന ആളുകളൊക്കെ അവന് പരിചയമുണ്ട്. വരുന്ന ആളുകൾ ആരെല്ലാമെന്ന് അവനറിയാം. ആരോടും അവൻ സംസാരിക്കാൻ പ്രത്യേക താല്പര്യം തോന്നുന്നില്ല. കാരണം ഓരോരുത്തരും അവരവരുടെ ആവശ്യത്തിന് വേണ്ടി വന്നിരിക്കുന്നു. ഇവനെ സഹായിപ്പാൻ ആരുമില്ല. എനിക്ക് ആരുമില്ല എന്ന് പറയുന്ന അവൻ്റെ ശബ്ദം വാസ്തു ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ തകർത്തു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ആ ശബ്ദം ചെന്ന് തറഞ്ഞു. എനിക്ക് ആരുമില്ല എന്നാണ് അവൻ പറയുന്നത്. ക്രിസ്തു ചോദിച്ചു അവനോട്, നിനക്ക് വാസ്തവമായി സൗഖ്യമാകാൻ മനസ്സുണ്ടോ? വാസ്തവമായിട്ട് 38 ആണ്ടായിട്ട് ഇതുവരെ നീ ഈ കുളത്തിലിറങ്ങാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നിനക്ക് വേണമെങ്കിൽ സൗഖ്യമാകാൻ പറ്റുകയില്ലായിരുന്നോ? പക്ഷേ കർത്താവ് പറയുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? വേണമോ? നിനക്ക് സൗഖ്യം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ക്രിസ്തു സർവ്വദയാലുവാണ്. ക്രിസ്തു സ്നേഹം മാത്രമാണ്. ക്രിസ്തു എല്ലാവരെയും സ്നേഹിക്കുന്നു. ക്രിസ്തുവിന് തരഭേദമില്ല. ധനികരെന്നോ ദരിദ്രനെന്നോ ഭേദമില്ല. ക്രിസ്തുവിന് വൃദ്ധനെന്നോ ശിശുവെന്നോ ഭേദമില്ല. ക്രിസ്തുവിന് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ല. ക്രിസ്തുവിന് കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഭേദമില്ല. ക്രിസ്തു എല്ലാവരുടെയും ദൈവമാകുന്നു. യേശു ക്രിസ്തു അവൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, വേണമോ? നിനക്ക് സൗഖ്യം വേണമോ? സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? അവൻ പറഞ്ഞു, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കാൻ എനിക്ക് ആരുമില്ല. ഞാൻ തനിയെ ചെല്ലുമ്പോഴേക്കും വേറെ ആരെങ്കിലും ഇറങ്ങി കഴിഞ്ഞിരിക്കും. എനിക്ക് ഇതുവരെയും സൗഖ്യം കിട്ടിയില്ല. ഈ 38 ആണ്ടായിട്ടും സൗഖ്യം കിട്ടാത്ത ആ മനുഷ്യനോട് കിടക്കുകയാണ്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കർത്താവിനോടൊന്ന് വാക്ക് പറയാം. ക്രിസ്തു നിങ്ങളുടെ വാക്ക് കേൾക്കാൻ കാത്തു നിൽക്കുകയാണ്. സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്ന ക്രിസ്തുവിനോട് ആ രോഗി പറഞ്ഞതുപോലെയല്ല നിങ്ങൾക്ക് പറയാം, സൗഖ്യമാകാൻ എനിക്ക് വാസ്തവമായി മനസ്സുണ്ട്. എനിക്ക് വാസ്തവമായി മനസ്സുണ്ട്. എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല എന്ന് മനുഷ്യൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കും പറയാം, എനിക്ക് എവിടെയാണ് സൗഖ്യം കിട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എവിടെ ചെന്നാലാണ് മനസ്സുഖം കിട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എവിടെ ചെന്നാലാണ് ഒരു സമാധാനം കിട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ജനിച്ചന്ന് മുതലേ ഞാനൊരു അടിമത്തത്തിലാണ്. പിറന്ന കാലം മുതലേ ഒരു അടിമത്വം. എനിക്ക് തന്നെ അറിയാൻ വയ്യാത്തതായ ചില ജീവിതത്തിലെ ക്ലേശങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ കാലങ്ങളിൽ ബാല്യവും കൗമാരവും എല്ലാം കഴിയുമ്പോഴേക്കും ഞാൻ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആദ്യകാലങ്ങളിലെ എൻ്റെ പാരതന്ത്ര്യം, എൻ്റെ അസ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഞാൻ അറിയുന്നുണ്ട്. എനിക്ക് സ്വന്തമായി ഒരു അഭിപ്രായം പറയാനൊക്കെയില്ല, സ്വന്തമായൊരു കാര്യം ചെയ്യാനൊക്കെയില്ല. മാതാപിതാക്കളുടെ അടിമത്തത്തിലാണ് ഞാൻ. അത് മധുരതരമായൊരു അടിമത്വമാണ്, മധുരതരമായ അടിമത്വം. പക്ഷേ അടിമത്വം കഴിഞ്ഞു, യുവാവായി. അപ്പോൾ എല്ലാറ്റിനും ചില വിലക്കുകളാണ്. അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് നോക്കരുത്, ഇന്ന് ചെയ്യരുത്, വിലക്കുകൾ. എനിക്ക് സ്വാതന്ത്ര്യമില്ല. എനിക്ക് സ്വന്തമായൊരു കാര്യം ചെയ്യാൻ അതിനുള്ളതായ അവസരമില്ല. അവസരമുണ്ടെങ്കിൽ പോലും അതിനുള്ള അനുവാദവുമില്ല. എന്തു ചെയ്യും? എൻ്റെ പ്രശ്നം കാണാൻ ആരുമില്ല. സഹോദരങ്ങളെ, നിങ്ങളെങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ വേദന കാണാൻ എനിക്ക് ആരുമില്ലല്ലോ എന്ന്, എൻ്റെ യഥാർത്ഥമായ ദുഃഖം കാണാൻ എനിക്ക് ആരുമില്ലല്ലോ എന്ന്. ശരിയാണ്, നാം ഒരു രോഗിയായി ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നിരിക്കട്ടെ. രോഗിയായി കിടക്കുന്നു. നമുക്ക് ആ രോഗത്തിന് ചികിത്സയായിട്ടുള്ളതായ മരുന്നുകളെല്ലാം ഉണ്ട്. ശരിയാണ്, ശുശ്രൂഷയെല്ലാം കിട്ടുന്നുണ്ട്. നല്ലതാണ്. നല്ല ശുശ്രൂഷകരായി നല്ല നേഴ്സസ് ഉണ്ട് അവിടെ, നല്ല ഡോക്ടേഴ്സ് ഉണ്ട് അവിടെ, എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഏറ്റവും പ്രിയപ്പെട്ടവർ വന്ന് ദുഃഖത്തോടെ നോക്കി നിൽക്കും. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, എന്തെങ്കിലും സഹായിക്കണമെന്നുണ്ട്, പക്ഷെ സാധിക്കുകയില്ല. ഈ മനുഷ്യൻ്റെ രോഗം അത് അവൻ തന്നെ നേരിട്ടേ ഒക്കുകയുള്ളൂ. അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ അവൻ തന്നെ നേരിട്ടേ ഒക്കുകയുള്ളൂ. വേറെ ആർക്കും ഒന്നും സഹായിക്കാൻ ഒക്കുകയില്ല. നല്ല വാക്ക് പറയാം, തീർച്ചയായിട്ടും പറയാം. എന്നാൽ ഈ മനുഷ്യർക്കാർക്കും സഹായിക്കാൻ പറ്റുകയില്ലെങ്കിലും സഹായിക്കാൻ കഴിവുള്ള ഒരാളുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ 38 ആണ്ട് രോഗിയായി കിടന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്നു. വേറെ ആർക്കും അവനെ സഹായിക്കാൻ തോന്നിയില്ല, അഥവാ സഹായിക്കാൻ സാധിച്ചില്ല. അവരെല്ലാവരും ഓരോരുത്തരും ആവശ്യക്കാരാണ്. എന്നാൽ ഇപ്പോൾ യേശു ക്രിസ്തു അരികിലേക്ക് വന്നു. ക്രിസ്തു അരികത്ത് വന്ന് അവന് നേരെ വാത്സല്യത്തോടെ നോക്കി. കരുണാർദ്രമായതിൻ്റെ
ആ തിരുമുഖശോഭ അവൻ്റെ നേരെ നീട്ടി കർത്താവ് പറഞ്ഞു, നിനക്ക് സൗഖ്യമോ മനസ്സുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഈ ദുഃഖത്തിൽ വലയുന്നവരാണെങ്കിൽ നിങ്ങളുടെ അരികിലേക്ക് യേശു വരുന്നുണ്ട്. നിങ്ങളുടെ സമീപത്തിലേക്ക് യേശു വരുന്നുണ്ട്. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു, എന്താണ് ഈ മനുഷ്യൻ പറയുന്നത് സത്യമാണ്. യേശു ക്രിസ്തു 2000-ലേറെ വർഷം മുൻപ് ക്രൂശിക്കപ്പെട്ടു. പക്ഷേ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടതിൻ്റെ 3-ാം ദിവസം മിസ്സസ് സരോജിനി നായിഡു ഓൾ ഇന്ത്യ റേഡിയോയിൽ കൂടി പ്രസംഗിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പുജി കടന്നുപോയിട്ട് ഇത് 3-ാം ദിവസമാണ്. നമ്മുടെ ഏറ്റവും വിഹോന്യനായ ആ നേതാവ് കടന്നുപോയിട്ട് 3-ാം ദിവസമാണ്. എന്നാൽ ഇന്നൊരു ഞായറാഴ്ചയാണ്. വെള്ളിയാഴ്ച ദിവസം ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു, നാം അറിയുന്നു. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പുജി വധിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയാണ്. ഇത് 3-ാം ദിവസം ഞായറാഴ്ചയാണ്. ബാപ്പുജി, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്, അങ്ങ് ഒന്ന് ഉയർത്തെഴുന്നേറ്റ് വരണമേ എന്ന്. ഞങ്ങളുടെ പ്രിയങ്കരനായ ബാപ്പുജി അവിടെ നിന്ന് എഴുന്നേറ്റ് വരണം, ഞങ്ങളെ നയിക്കൂ എന്ന്. ഞങ്ങൾ അനാഥരായി പോയിരിക്കുന്നു, ഞങ്ങൾ അഗതികളായി തീർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് ഗാന്ധിജി എഴുന്നേറ്റ് വന്നില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു 3 നാൾ ഉയർത്തെഴുന്നേറ്റു. ജോൺ എഫ് കെന്നഡി ഒരു വെള്ളിയാഴ്ചയാണ് വധിക്കപ്പെട്ടത്. ജോൺ എഫ് കെന്നഡി വധിക്കപ്പെട്ടതിന് 3-ാം നാൾ ഇതുപോലെ തന്നെ ചിലരെല്ലാം നിലവിളിച്ചു, കെന്നഡി എഴുന്നേറ്റ് വരൂ എന്ന്. പക്ഷേ കെന്നഡി എഴുന്നേറ്റ് വന്നില്ല. എബ്രഹാം ലിങ്കൺ വധിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയാണ്. എബ്രഹാം ലിങ്കണെ വധിച്ചതിന് ശേഷം 3-ാം നാൾ ആ ഒരു വിലാപയാത്ര ഇങ്ങനെ പോവുകയാണ്. വിലാപയാത്ര. പലരും ആഗ്രഹിച്ചു, എബ്രഹാം ലിങ്കൺ തീർന്നല്ലോ, ഇനി ആരെ നമ്മെ നയിക്കുമെന്ന്. എബ്രഹാം ലിങ്കൺ എഴുന്നേറ്റില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഇതൊരു വസ്തുതയാണ്, ഇതൊരു അനുഭവമാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത് പലർക്കും അനുഭവമായില്ലായിരിക്കാം. എന്നാൽ ഇതൊരനുഭവമായി നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ സ്വന്തമായി അനുഭവമാക്കി മാറ്റിയെടുക്കാം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതിനായി നിങ്ങളെങ്ങനെ അറിയും? ഞാൻ പറയാം, എനിക്കറിയാം. കാരണം ഞാൻ കരയുമ്പോൾ അവൻ്റെ കണ്ണുനീര് തുടച്ചു തരാറുണ്ട്. ഞാൻ ഏങ്ങലടിക്കുമ്പോൾ അവൻ്റെ പുറം തടവി തലോടി തരാറുണ്ട്. ഞാൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ വിഷമിക്കുമ്പോൾ എൻ്റെ അരികിലേക്ക് യേശു മന്ദം നടന്നു വന്നിട്ടുള്ളത് എനിക്കറിയാം. ഞാൻ എൻ്റെ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ കർത്താവ് സന്തോഷത്തോടെ ഓടി വരുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇത് വെറുതെ ഭംഗിയാക്കി പറയുകയല്ല, അതൊരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവമാണ്. നിങ്ങൾക്കും അനുഭവിക്കാം. അതിന് പ്രത്യേക യോഗ്യതയൊന്നും വേണ്ട. ഒരു എളിയ മനസ്സ് മാത്രം മതി. കർത്താവേ, ഞാൻ നിസ്സഹായനാണ്, എനിക്ക് കഴിവില്ല, എനിക്ക് ആരുമില്ല, എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് ആരുമില്ല, എൻ്റെ കാര്യത്തിന് വേണ്ടി ഒന്ന് സംസാരിക്കാൻ ആരുമില്ല, എൻ്റെ ഈ ജീവിതത്തിലെ ഈ വിരസത മാറ്റാൻ എനിക്ക് ആരുമില്ല, എൻ്റെ മടുപ്പ് മാറ്റാൻ എനിക്ക് ആരുമില്ല, എൻ്റെ വിഷാദഭാവങ്ങൾ മാറ്റാൻ എനിക്ക് ആരുമില്ല. യേശുവേ, നീ എൻ്റെ അരികിലേക്കൊന്ന് വരണമേ എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഓടി വരുന്നതിനാണ് കർത്താവായ യേശു ക്രിസ്തു. അത് വിശ്വാസത്താലാണ് അനുഭവിക്കുന്നത്. വിശ്വാസത്താൽ വിശ്വസിക്കുക. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആണിക്കല്ല് വിശ്വാസമാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അനുഭവം ലഭിക്കുകയുള്ളൂ. നിങ്ങൾ വിശ്വസിക്കൂ. എത്ര കൊടിയ പാപം ചെയ്തവരാണെങ്കിലും, എത്ര കഠോരമായ ഹീനജീവിതം നയിച്ചവരാണെങ്കിലും, നിങ്ങളിപ്പോൾ നിങ്ങളുടെ വാസ്തവമായ അവസ്ഥ നിങ്ങൾ അറിഞ്ഞുകൊണ്ട്, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എനിക്ക് നന്മയായിട്ടൊന്നും കൊണ്ടുവരാനില്ല, അഭിമാനകരമായി എനിക്കൊന്നും കൊണ്ടുവരാനില്ല, നാഥ, ഞാൻ നിന്റെ തിരുമുമ്പാകെ വന്ന് നിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഇപ്പോൾ നിൻ്റെ ആണിപ്പാടുള്ള കരം ഒന്ന് നീട്ടി എന്നെ ഒന്ന് തൊടണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. കാണാം യേശു ക്രിസ്തു നിങ്ങളെ തൊടുന്നത്. നിങ്ങളുടെ പാപത്തിൻ്റെ ശാപങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നത്, അനേകം ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്നത്, അനേകം അവിശ്വാസ കോട്ടകൾ തകരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വന്തമായി ഇത് അനുഭവിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതൊരു ആത്മീയ അനുഭൂതിയാണ്. അതൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസാണ്. അത് ജീവിതത്തിൻ്റെ അനുഭവമാണ്. നിങ്ങൾ ഇന്ന് ഏതെല്ലാം സ്ഥലത്ത് നിന്ന് വന്നവരാണെങ്കിലും, നിങ്ങൾ ഓരോരുത്തരും പല ഭവനങ്ങളിൽ നിന്ന് വന്നവരാണല്ലോ. ഞാൻ പറയട്ടെ, നിങ്ങൾ ഒറ്റയ്ക്ക് ഒരാളിരുന്നു കൊണ്ട്, എൻ്റെ കർത്താവേ, എനിക്ക് ന്യായം പറയാൻ വകയൊന്നുമില്ല, യേശുവേ എന്ന് വിളിക്കാൻ എനിക്ക് യോഗ്യതയില്ല, എൻ്റെ നാവ് അരുതാത്ത വാക്കുകൾ പറഞ്ഞ നാവാണ്, ചിലരെ പ്രാഗിയ നാവാണ്, ചിലരെ ശപിച്ച നാവാണ്, ചിലരെക്കുറിച്ച് ദൂഷണം പറഞ്ഞ നാവാണ്, അശുദ്ധി സംസാരിച്ച നാവാണ്, അസഭ്യ വാക്കുകൾ ഒന്ന് പോയ നാവാണ്,
എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ നാവ് വിശുദ്ധിയുള്ളതല്ല കർത്താവേ. എന്നാൽ ഇപ്പോൾ ഞാൻ നിന്റെ രൂപമെന്ന് നിന്നോട് യാചിക്കുകയാണ്. എനിക്ക് യോഗ്യതയില്ല, എങ്കിലും ഞാനൊരു കാര്യം തീരുമാനിക്കുന്നു. ഇനിമേൽ എൻ്റെ ഒരവയവം കൊണ്ടും ഒരു പാവം സംഭവിക്കുകയില്ല എന്ന് ഞാൻ തീരുമാനിച്ചുകൊണ്ട് ഞാൻ നിന്നോട് യാചിക്കുകയാണ്. നീ എന്നെ ഒന്ന് തൊടണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. പരിശുദ്ധ റൂഹ ഒന്ന് പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഒന്ന് ആവസിക്കും. നിങ്ങൾക്ക് ഏതോ ഒരു അലൗകികമായ ശാന്തി നിങ്ങളുടെ മേലൊന്ന് നിഴലിടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അലൗകികമായ ശാന്തി, അത്ഭുതകരമായ ഒരു സമാധാനം നിങ്ങൾക്കിത് സ്വന്തമായി അനുഭവിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അതിന് നിങ്ങൾ സഭ മാറേണ്ട കാര്യമില്ല, അതിന് നിങ്ങൾ മതം മാറേണ്ട കാര്യമില്ല, അതിന് നിങ്ങൾ സമുദായം മാറേണ്ട കാര്യമില്ല. അതിന് നിങ്ങൾ എവിടെ നിൽക്കുന്നോ അവിടെ തന്നെ നിന്നുകൊണ്ട് യേശുവിനെ നിങ്ങൾക്ക് വിളിക്കാം. പ്രിയപ്പെട്ടവരെ, മതമൈത്രിയാണ് ആവശ്യം, മതമാറ്റമല്ല ആവശ്യം. സമുദായ മൈത്രിയാണ് ആവശ്യം, സമുദായ മാറ്റമല്ല ആവശ്യം. സഭാ മാറ്റമല്ല ആവശ്യം. പ്രിയപ്പെട്ടവരെ, ആവശ്യം ഒന്ന് മാത്രം, യേശു ക്രിസ്തു എല്ലാവരുടെയും ദൈവമാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് വിളിച്ചു നോക്കൂ. നിങ്ങൾ ഇന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിലേക്ക് ഉയർത്തി നോക്കൂ. നിങ്ങളുടെ അരികത്ത് ക്രിസ്തു വന്നിട്ടുണ്ട്, നിങ്ങൾ വിശ്വസിച്ച് നോക്കൂ. യേശു ക്രിസ്തുവിൻ്റെ അരികത്ത് വന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്, നിങ്ങളൊന്ന് വിശ്വസിക്കൂ. കാണാം ഒരു അദൃശ്യ സ്നേഹം നിങ്ങളെ തലോടുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒരത്ഭുത സ്നേഹം നിങ്ങളെ തലോടുന്നത്, അത്ഭുതകരമായ ആ സ്നേഹത്തിൻ്റെ കാര്യം നിങ്ങളെ തലോടുന്നത്, നിങ്ങൾ താലോലിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. അമ്മയുടെ താരാട്ടുപാട്ട് കേട്ട് ഉറങ്ങുന്ന കുഞ്ഞിനെ പോലെ നിങ്ങൾ യേശുവിൻ്റെ കരസ്പർശമേറ്റ് നിങ്ങൾ സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും നിറയുന്നവരായി നിങ്ങൾക്ക് അനുഭവം എടുക്കാൻ സാധിക്കും. സഹോദരീ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു ഒരു ജീവിക്കുന്ന അത്ഭുതമാണ്. ജീവിക്കുന്ന അത്ഭുതം. ക്രിസ്തു ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അറിഞ്ഞു, ഞാൻ അനുഭവിച്ചു, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. യേശു ക്രിസ്തു ജീവിക്കുന്നു. ഏതൊരു വിഷയം വന്ന് ദൈവസന്നിധിയിൽ വന്ന് നിങ്ങൾ നിർബന്ധമായി ചോദിച്ചാൽ കർത്താവ് നിങ്ങൾക്ക് തരും. വീണ്ടും വീണ്ടും ചോദിക്കുക, മടുത്തു പോകാതെ ചോദിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ക്രിസ്തുവിൻ്റെ കയ്യിൽ നിങ്ങൾക്ക് അനുഗ്രഹം ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് തരാനുള്ള അനുഗ്രഹം ക്രിസ്തുവിൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചു വാങ്ങുക, നിങ്ങൾ യാചിച്ചു വാങ്ങുക, നിങ്ങൾ ചോദിച്ചു വാങ്ങുക. തരണി കർത്താവേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. എന്താണ് മോളെ നിൻ്റെ ആഗ്രഹം? മോനെ, നിൻ്റെ പ്രശ്നം എന്താണ്? നിനക്ക് ഇന്ന് എന്താണ് വേണ്ടത്? ചോദിക്കൂ ദൈവത്തോട്. പരീക്ഷ പാസ്സാകുക എന്നുള്ളതാണോ? IELTS പരീക്ഷ പാസ്സാക്കിയെടുക്കുക എന്നുള്ളതാണോ? വിദേശത്തേക്ക് ജോലിക്ക് പോകണമെന്നുള്ളതാണോ? മോനെ, നിൻ്റെ ആഗ്രഹം എന്താണ്? ഒരു നല്ല വിവാഹം കഴിയണമെന്നുള്ളതാണോ? മോളെ, നിൻ്റെ ആഗ്രഹം എന്താണ്? ഒരു കുഞ്ഞിക്കാല് കാണണമെന്നുള്ള മോഹമാണോ? ദൈവത്തിന് സ്തോത്രം. എല്ലാം നല്ല കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നിങ്ങളുടെ കടമൊന്നും മാറണമെന്നുള്ളതായ ആഗ്രഹമാണോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന ചില പ്രശ്നങ്ങളെ അതിജീവിക്കണമെന്ന്, ആ പ്രശ്നങ്ങളെ നേരിട്ട് അതിജീവിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതായ ആഗ്രഹമാണോ? ഏതാണ് നിങ്ങളുടെ ആഗ്രഹം? നിങ്ങൾ ചോദിക്കൂ, യേശു നിങ്ങൾക്ക് തരും. ദൈവത്തിന് സ്തോത്രം. ചോദിക്കാൻ മടിക്കേണ്ട, ചോദിക്കാൻ മടിക്കേണ്ട. നിങ്ങൾ ചെന്ന് ചോദിച്ചു നോക്കൂ, കാണാം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണാം. സഹോദരങ്ങളെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ടിരിക്കുന്ന ഇരിപ്പിൽ തന്നെ നിങ്ങളുടെ അരികത്തുള്ള യേശുവിനോട് നിങ്ങൾ സ്വകാര്യം പറയും പോലെ പറയാം. വേറെ ആരും കേൾക്കണ്ട. കർത്താവേ, എന്നെയൊന്ന് തൊടണമേ എന്ന്, നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ എന്ന്. നന്മയ്ക്കായി ഒരു അടയാളം, യേശുവിനെ തൊട്ടു എന്നുള്ള ഒരു അടയാളം എനിക്ക് തരണമേ എന്ന്. വിട്ടുമാറാത്ത തലവേദന മാറ്റി തരണമേ എന്ന്. കർത്താവേ, അസഹ്യമായ വയറുവേദനയോട് ഞാൻ പൊളയുന്നല്ലോ, അതൊന്ന് മാറ്റി തരണമേ എന്ന്. എൻ്റെ കർത്താവേ, എൻ്റെ ശരീരത്തിൽ അവിടെ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, രോഗങ്ങൾ, അതെല്ലാം നീ ഒന്ന് കാണണമേ എന്ന്. എൻ്റെ കുടുംബത്തിൽ രോഗികളായ ചിലരുണ്ടല്ലോ, അവരെ എൻ്റെ കർത്താവേ നീ ഒന്ന് തൊടണമേ എന്ന്. ഇന്നും എൻ്റെ പ്രിയപ്പെട്ടവർ ചില ഹോസ്പിറ്റലിൽ കിടക്കുന്നല്ലോ, അവരെ നീ ഒന്ന് ചെന്ന് തൊടണമേ എന്ന്. എന്താണ് നിങ്ങളുടെ ആവശ്യം? പറയൂ, നിങ്ങൾ ദൈവത്തോട് പറയൂ. സഹോദരങ്ങളെ, യാചിപ്പീൻ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കപ്പെടും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും എന്നാണ് കർത്താവ് പറഞ്ഞത്. ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. ദൈവത്തിൻ്റെ വചനമാണത്. ദൈവം നന്മകൾ തരുന്നവനാണ്. ആ പാവ മനുഷ്യൻ്റെ അടുക്കിലേക്ക് യേശു എന്നു. യേശു അവനെ നോക്കി കുറേ നേരം നിന്നു. അവന് യേശുവിനെ അറിഞ്ഞുകൂടാ. ആരാണ് യേശു എന്ന് അവൻ അറിഞ്ഞുകൂടാ. അവൻ 38 കൊളക്കരയിൽ തന്നെയല്ലേ. അവിടെ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവുന്നേ ഉള്ളൂ. അവനൊന്നും അറിഞ്ഞുകൂടാ. യേശു അവൻ്റെ നേരെ നോക്കിക്കൊണ്ട് നിന്നു. അന്ന് ബേഥസ്ദാ കുളക്കരയിൽ വന്ന് നിന്ന് അവന് നേരെ ആർദ്രതയോടെ നോക്കി യേശു ഇപ്പോൾ നിങ്ങളുടെ അരികത്ത് വന്ന് നിങ്ങളുടെ നേരെ ആർദ്രതയോടെ നോക്കുന്നുണ്ട്. മോളെ, നിൻ്റെ ആവശ്യം നീ യേശുവിനോട് പറഞ്ഞുകൊള്ളൂ. മോനെ, നിൻ്റെ ആവശ്യം നീ യേശുവിനോട് പറഞ്ഞുകൊള്ളൂ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബേഥസ്ദാ കുളക്കരയിൽ 38 രോഗിയായി കിടന്ന മനുഷ്യൻ്റെ അരികിലേക്ക് വന്ന്
വളരെ മനസ്സലിവോടെ, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ നോക്കിയ അതേ ക്രിസ്തു തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ അരികത്ത് നിൽക്കുന്നത്. അവനോട് നിങ്ങൾക്ക് കെഞ്ചി പറയാം, കർത്താവേ, വേറെ പോകാൻ വഴിയില്ലല്ലോ, ഞാൻ നോക്കിയിട്ട് ജയിക്കാൻ പറ്റുന്നില്ലല്ലോ, ഈ പ്രതിസന്ധി കടന്നു പോകാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ, ഈ പ്രതിസന്ധിയെ അപ്പുറം പോകാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ. എൻ്റെ കർത്താവേ, ഞാൻ നിസ്സഹായനാണ്, എനിക്ക് ആരുമില്ല, എൻ്റെ വേദന കാണാൻ എനിക്ക് ആരുമില്ല, എൻ്റെ ദുഃഖം കാണാൻ എനിക്ക് ആരുമില്ല. യേശുവേ, എന്നെ നീ ഒന്ന് കാണണമേ, നീ എന്നെ ഒന്ന് തൊടണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അരികത്ത് വന്നിരിക്കുന്ന ക്രിസ്തു നിങ്ങളുടെ തലമേൽ തന്നെ കരം വയ്ക്കും. ദൈവത്തിന് സ്തോത്രം. ഈ മഹാഭാഗ്യം നിങ്ങൾക്ക് വേണമോ? ഈ ഭാഗ്യം നിങ്ങൾക്ക് അനുഭവിക്കണമോ? യേശു ഇതാ അടുത്ത് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. യേശു നിങ്ങളോട് ചേർന്ന് നിൽക്കുകയാണ്. യേശു നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. യേശുവിന് നിങ്ങളുടെ പേരറിയാം, യേശുവിന് നിങ്ങളുടെ വീടറിയാം, യേശു നിങ്ങളുടെ പഴയ കാലം അറിയാം, എല്ലാം അറിയുന്ന യേശു. നിങ്ങൾക്ക് പറയാം, കർത്താവേ, അനേകം പാപങ്ങൾ വന്നുപോയി, തെറ്റുകളേറെ സംഭവിച്ചു പോയി, പുറത്തു പറയാൻ ലജ്ജിക്കുന്നതും അറയ്ക്കുന്നതുമായ കാര്യങ്ങൾ പലതും എൻ്റെ ജീവിതത്തിൽ വന്നുപോയി. എൻ്റെ ശരീരത്തിൽ ഓരോ അവയവം കൊണ്ടും കർത്താവേ, ഞാൻ പാപം ചെയ്തു പോയി, അത് എനിക്ക് തന്നെ വിനയായി തീർന്നിരിക്കുന്നു. അതാ ഞാൻ നരകാഗ്നിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു, നരകത്തിലേക്ക് പോവുകയാണ്, അഗ്നി തീപ്പൊയ്കയിലേക്ക് ഞാൻ പോവുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ഓരോ വാക്കുകളും എല്ലാം ന്യായം വിധിക്കുന്നൊരു ദിവസമുണ്ട്, ഓരോ ചിന്തകളും ന്യായം വിധിക്കുന്നൊരു ദിവസമുണ്ട്, എൻ്റെ ഓരോ പ്രവൃത്തിയും ന്യായം വിധിക്കുന്നൊരു ദിവസമുണ്ട്. അതെല്ലാം എൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. അതെല്ലാം വായിച്ച് കേൾപ്പിച്ച് എന്നെ കടാത്ത തീയിലേക്ക്, ചാകാത്ത ഒഴുകും കടാത്ത തീയുമുള്ള നരകത്തിൻ്റെ ഭീകരതയിലേക്ക് എന്നെ വിടല്ലേ കർത്താവേ. ഇന്ന് നീ എന്നെ തൊടണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. ഇന്ന് നാഥ, ഞാൻ നിന്നോടൊരു വാക്ക് പറയുകയാണ്. നാഥ, ഇനിമേൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും, ഇനിമേൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, ഇനിമേൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കുമെന്ന്. നിങ്ങളുടെ ഉള്ളത്തിലത് പറയാം. ഇനിമേൽ ഞാൻ പഴയ ആളായിരിക്കുകയില്ല, ഇനി ഞാൻ വഴക്കടിക്കുകയില്ല, ഇനി ഞാൻ കലഹിക്കുകയില്ല, ആരെയും വേദനിപ്പിക്കുകയില്ല. കർത്താവേ, ആരോടും ഭിന്നതയുണ്ടായിരിക്കുകയില്ല, ആരോടും പിണങ്ങുകയില്ല. എൻ്റെ കർത്താവേ, എൻ്റെ വീട്ടിൽ തന്നെ ഞാനൊരു അനുഗ്രഹപാത്രമായി ഞാൻ നിൽക്കും. എൻ്റെ കർത്താവേ, എൻ്റെ വീട്ടിൽ ഞാനൊരു പ്രയോജനമുള്ളവനായി ഞാൻ നിൽക്കും. എൻ്റെ കർത്താവേ, എൻ്റെ വീട്ടിലുള്ളവരോട് എല്ലാവരോടും ഇണങ്ങി ഞാൻ ജീവിക്കും. എൻ്റെ വീട് ഒരു കൊച്ചു സ്വർഗമാക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നീ എൻ്റെ വീട്ടിലേക്ക് വരും, എൻ്റെ വീടൊരു സ്വർഗമായി തീരും. മാത്രമല്ല, എൻ്റെ കർത്താവേ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവിടെ ഞാനൊരു സമാധാനപുത്രനായി നിൽക്കും, സമാധാനപുത്രിയായി നിൽക്കും. കർത്താവേ, ഞാൻ പുതിയ ആളായിരിക്കും. ഇതുവരെ വന്ന ആളല്ല, ഈ പ്രായം വരെ ജീവിച്ച ആളല്ല. ആ ആളിതാ ഇവിടെ ഇതാ മരിക്കുന്നു, ഇവിടെ ഇതാ ക്രൂശിക്കപ്പെടുന്നു. ആ പഴയ മനുഷ്യനിവിടെ ഇതാ ക്രൂശിക്കപ്പെടുന്നു. ഇപ്പോൾ ഇതാ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ഒരു പുതിയ മനുഷ്യനായി ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നു. കർത്താവേ, നിൻ്റെ കരം എന്നെ തൊടണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ ഏൽപ്പിക്കുമോ? ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, അവിടെ നിങ്ങളുടെ മധ്യത്തിലുള്ളതിനായി നന്ദിയോടെ സ്തോത്രം. കരുണയുള്ള കർത്താവേ, തൃക്കരം ഞങ്ങളുടെ നേരെ നീട്ടിയതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് അനുഗ്രഹത്തിന് സുദിനമാക്കി തന്നതിനായി നന്ദിയോടെ സ്തോത്രം. നിൻ്റെ മക്കളെല്ലാവരെയും ഇപ്പോൾ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ മക്കളെല്ലാവരെയും ചേർത്ത് അണയ്ക്കണമേ കർത്താവേ. അവിടുത്തെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ നിൽപ്പാൻ എല്ലാവരും യോഗ്യരാക്കി തീർക്കണമേ കർത്താവേ. അനുഗ്രഹിക്കണമേ, കൂടെ ഇരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.